അതൊരു മുൻപിലെ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ കിച്ചണിലൊക്കെ വന്ന് പൗലോസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഗസ്റ്റുകളൊന്നും വരാറില്ല മോളെ, ഇവിടെ എല്ലാം ഒരു ചട്ടവും നിയമമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പോവും. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ അവിടുന്ന് പൗലോസ് ചെയ്യുന്നൊരു വിളിയുണ്ട്, അല്ലാതെ ഈ കിച്ചണിലോട്ടൊന്നും ആരും വരാറില്ല എന്ന് പൗലോസ് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അലീന പൗലോസ് ചോദിക്കുന്നുണ്ട്, മോളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. പാലയിലാണോ വീടെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനൊരു ഓർഫണേജിലാണ് വളർന്നത്, സ്നേഹനികേതൻ. പിന്നെ പാലയിൽ ജോലിക്ക് നിന്നതെന്ന് പറയാണ്. അപ്പം ആ വീട്ടിലെ ജോലിക്ക് നിന്നെയാണോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ആ വീട്ടിലെ ജോലിക്ക് നിന്നത്. അപ്പം മോളെ കൊണ്ടുവിട്ടത് ആരാണെന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ അച്ഛന്. അതെ, അതാ എൻ്റെ അച്ഛൻ എന്ന് പറയാണ്. ജന്മം തന്നില്ലെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം എനിക്ക് അച്ഛൻ തന്നെയാണ്, എൻ്റെ ദൈവത്തെ പോലെയാണെന്ന് പറയാണ്. അപ്പം പൗലോസ് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ആ സാർ ഇവിടെ വന്ന് കേണൽ സാബെ കണ്ടതിന് ശേഷം ഇവിടുത്തെ സാറിന് ഭയങ്കര വിഷമമായിരുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇതായിരുന്നു ആ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അലീന ആ വീടെല്ലാം ഇങ്ങനെ ഓരോ മുറിയും കയറി കാണുവാണ്. അങ്ങനെ അലീനയാണെങ്കിൽ ഒരു മുറിയിൽ ചെന്ന് ഡോറ് തുറക്കുമ്പോൾ അകത്ത് സ്റ്റാൻലി ഇരുന്ന് കള്ളു കുടിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് അലീനയൊന്നും വല്ലാതാവുന്നുണ്ട്. പെട്ടെന്ന് അലീന ഡോറ് തുറന്ന് വരുമ്പോഴും സ്റ്റാൻലി ഒന്ന് പെട്ടെന്ന് വല്ലാതാവുന്നുണ്ട്. അലീന അത് കണ്ടല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ സ്റ്റാൻലിയെ കണ്ട ഉടനെ തല കുനിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി അവിടെ നിന്ന് ഗ്ലാസ് അവിടെ വെച്ചിട്ട് എണീച്ച് വന്നിട്ട് പറയാണ്, എനിക്ക് ഇങ്ങനെ കുറച്ച് ദുശീലങ്ങളുണ്ട്, കുറച്ച് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. സാധാരണ ഇത് ഇവിടെ വെച്ചല്ലായിരുന്നു, ഹാളിൽ വെച്ചായിരുന്നു ഞാൻ ചെയ്യുന്നത്. അലീന വന്നതുകൊണ്ട് മുറിയിലേക്ക് ആക്കിയതാണെന്ന് പറയാണ്. സോറി, ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സ്റ്റാൻലി അലീനയുടെ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, എന്നോട് സോറിയൊന്നും പറയണ്ട, ഞാനല്ലേ ഇതിനകത്ത് ആളുണ്ടെന്ന് അറിയാതെ ഒന്ന് തട്ടുപോലും ചെയ്യാതെ കയറി വന്നത്, അപ്പം ഞാനല്ലേ സോറി പറയണ്ടേ എന്ന് പറയാണ്. അതിനുശേഷം അലീന പറയുന്നുണ്ട്, ഇങ്ങനെ കള്ള് കുടിക്കുന്നത് നല്ലതല്ല, ആരോഗ്യത്തിന് അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഈ ശീലം ഞാൻ മാറ്റാൻ പറ്റത്തില്ല, ഇത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, ഞാൻ നോക്കാം. അലീന എന്ത് പറഞ്ഞാലും അത് കുറച്ചെങ്കിലും കേൾക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് അലീന പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറേശ്ശെ മാറ്റാൻ നോക്കാം. മാത്രമല്ല ഇനി ഇതുമായിട്ട് ഞാൻ അലീനയുടെ മുന്നിൽ വരുത്തില്ല, അത് എൻ്റെ വാക്കാണെന്ന് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചെറിയ സന്തോഷമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം അലീന അങ്ങ് പോവാണ്. അപ്പോഴാണ് ഔദക്കുട്ടിയച്ഛൻ വിളിക്കുന്നത്. അപ്പം ഔദക്കുട്ടിയച്ഛൻ വിളിക്കുമ്പോൾ ഉടനെ സ്റ്റാൻലി ആണെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. എന്താപ്പാ? അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു, നീ പാലയിൽ പോയിട്ട് ആ പെൺകുട്ടിയായിട്ടാണ് തിരിച്ചു വന്നതെന്ന്. ഞാൻ ആ കാര്യം അപ്പനോട് പറഞ്ഞായിരുന്നല്ലോ, പിന്നെന്താ? അല്ല, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അവളുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ, കണ്ട് തിരിച്ചു പോരുക, അത്രയുള്ള ബന്ധം മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാണ്. അപ്പം അതൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെ എനിക്ക് അലീനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അവളിപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അവതക്കുട്ടി ചോദിക്കുകയാണ്. ആ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാണ്. ആ അപ്പനിങ്ങോട്ട് വന്നോ, അപ്പം അലീനെ കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയാണ്. അപ്പം ഫോൺ വെച്ചതിന് ശേഷം സ്റ്റാൻലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദക്കുട്ടി വന്ന് അലീനെ കാണുമ്പോൾ എന്തായാലും പ്രശ്നമാവുമെന്ന് സ്റ്റാൻലിക്ക് അറിയാം. അപ്പം ഔദക്കുട്ടി വിചാരിക്കുകയാണ്, ആഹാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഏതവളെ അവൻ വിളിച്ചുകൊണ്ട് വന്ന് നോക്കട്ടെ, എല്ലാത്തിനും ഞാൻ അവിടുന്ന് അടിച്ചിറക്കും, ഇത്രയും നാൾ അവൻ ഒറ്റയ്ക്കല്ലേ ജീവിച്ചത്, ഇപ്പം പുതിയൊരു മോള്, ഇനി ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഔദക്കുട്ടി നേരെ അങ്ങോട്ട് വരികയാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ് ഇനി എന്ത് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഔദക്കുട്ടി സ്റ്റാൻലി അടുത്തേക്ക് വരുന്നത്. അലീനയാണെങ്കിൽ അവിടെ എല്ലാം വീടും കണ്ടും ഒരു ജോലിയില്ലാതെ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നേ, എന്താ ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയിട്ട് എന്നെ അറിയിക്കഞ്ഞത്, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എനിക്ക് ചേച്ചി പോയാലും ചേച്ചി എന്ത് ചെയ്യാലും അവിടെ സ്പൈ വർക്കുണ്ട്, ഞാൻ അറിയുമെന്ന് പറയാണ്. നിന്നെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, അതിനുള്ള സാഹചര്യം ഒത്തില്ല, പിന്നെ ആകപ്പാടെ വിഷമമായിരുന്നു അവിടെ നിന്ന് പോരുന്നതിൻ്റെ ഇടയ്ക്ക്, പിന്നെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് പറയാണ്. അതൊക്കെ പോട്ടെ, ചേച്ചി ഇപ്പോൾ എവിടെയാ? അങ്കിള് ചേച്ചി എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് ചോദിക്കണം. അതൊരു വലിയ കഥയാണ് മോളെ, ഞാനിപ്പോൾ കുളത്തൂപ്പുഴയില്ല. അവിടെ എന്നാ കാര്യം? അവിടെ ഒരു വീട്ടിൽ വന്നേക്കുക, ജോലിക്കാണ് ചേച്ചിയെ കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല മോളെ, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടായി, ഞാനിങ്ങോട്ട് വരുന്ന വഴിയാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ എന്നെ അടുത്ത് പറഞ്ഞത്. ഞാനിപ്പം എൻ്റെ പപ്പയുടെ വീട്ടിലാണ്. അപ്പോൾ രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. പപ്പയുടെ വീട്ടിൽ? ആ, പപ്പയുടെ വീട്ടിലാന്ന് പറയുകയാണ്. ഞാൻ അമ്മയെ അന്വേഷിച്ച് നെടുമ്പുരയ്ക്ക് ചെന്ന് അവിടുന്ന് എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയില്ലെങ്കിലും അച്ഛനും 3 സഹോദരങ്ങളും കിട്ടി. എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ സ്വന്തം പപ്പയെ കണ്ടുപിടിച്ച് തന്നത്, അവിടേക്കാണ് എന്നെ കൊണ്ടുവന്നാക്കിയത്, എനിക്ക് ഏറ്റവും സുരക്ഷിതയെന്ന് അച്ഛന് തോന്നിയ സ്ഥലം അവിടെയാണെന്ന് പറയാണ്. അപ്പോൾ രേവതി ഞെട്ടലോടെ ചോദിക്കുകയാണ്, അപ്പം ചേച്ചിയുടെ പപ്പയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ കണ്ട്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അത് ഒരു കേണൽ സാബാ, ഭയങ്കര ദേഷ്യക്കാരനാ, വലിയ വീടാ, ഒത്തിരി ജോലിക്കാരൊക്കെ ഉണ്ട്, ഞാനിവിടെ ഒരു ജോലിയും ചെയ്യേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് രേവതിയുടെ അടുത്ത് അലീന. അപ്പം ചേച്ചിക്ക് അവിടെ ഒരു ജോലിയും ചെയ്യേണ്ട, വെറുതെ ഇരുന്ന് തിന്നാൽ മതി, അത് കൊള്ളാലോ ചേച്ചി എന്ന് പറയാണ്. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് ഒരു സമാധാനമില്ല മോളെ, അച്ഛനെയും അവിടെ എല്ലാവരെയും കളഞ്ഞിട്ട് ഇവിടെ വന്നപ്പം എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും തിന്നുക, ടി വി കാണുക, അതൊക്കെ ചെയ്താൽ മതിയെന്ന് ഇവിടുന്നുള്ള പപ്പയുടെ ഓർഡർ. അപ്പം ചേച്ചി പപ്പയെന്നാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനൊന്നും വിളിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ വലുതായിട്ട് സംസാരിക്കാറില്ല, എപ്പോഴും ഭയങ്കര ഓർഡർ ഇട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്, ഞാനും വലുതായിട്ട് സംസാരിക്കാറില്ലെന്ന് അലീന പറയുന്നുണ്ട്. പിന്നെ ഇപ്പം വന്നതല്ലേ ഉള്ളെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഒരു കാറ് വരികയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, ആരോ വരുന്നുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവതക്കുട്ടി വന്നിറങ്ങുകയാണ്. അവതക്കുട്ടി ഭയങ്കര കലിപ്പിനാണ്. കാരണം അവിടെ അലീനെ കൊണ്ടുവന്ന് അത് അവതക്കുട്ടിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നേരെ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അലീന കുറേ ദൂരെ നിന്ന് കാണുന്നുണ്ട്, മുകളിൽ നിന്ന് കാണുന്നുണ്ട് അവതക്കുട്ടി വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് ആരാ ഇത്, പ്രത്യേകിച്ച് ഗസ്റ്റുകളൊന്നും ഇവിടെ വരാറില്ലെന്നല്ലേ അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത്, പിന്നെ ഇത് ആരായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവതക്കുട്ടി ഭയങ്കര ചൂടോടെ ആൻ്റപ്പ എന്നും വിളിച്ചുകൊണ്ട് കയറിയാണ്. അപ്പം അതുപോലെ ലാലിച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭയങ്കര ബഹളം വെച്ച് കയറിയാണ്. അപ്പോൾ സ്റ്റാൻലി മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നീ എന്തൊക്കെയാടാ കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ചൂടായിട്ടാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് അവതക്കുട്ടി വരുന്നത്.